അവർക്കാകെ പ്രശ്നം ഞായറാഴ്ച ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ല, ബാക്കി 6 ദിവസവും മുഖ്യമന്ത്രിയായി. തിങ്കളാഴ്ച KC വേണുഗോപാൽ, ചൊവ്വാഴ്ച രമേശ് ചെന്നിത്തല, ബുധനാഴ്ച VD സതീശൻ, വ്യാഴാഴ്ച ശശി തരൂർ, വെള്ളിയാഴ്ച PK കുഞ്ഞാലിക്കുട്ടി, ശനിയാഴ്ച കണ്ണൂരിൻ്റെ സിംഹം. ഞായറാഴ്ച മുഖ്യമന്ത്രി ഇല്ല, അതന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ഞായറാഴ്ച മുഖ്യമന്ത്രിയെ തിരക്കി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്നും അങ്കമാലിയിലെ കൺവെൻഷൻ പോകുമ്പോൾ ഒരു വാർത്ത കേട്ടു. തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥി ഡൽഹിയിൽ പോന്നു, ഇവിടെ എത്തിയിട്ടില്ല, ആർക്കും അറിയില്ല ആരാണ് സ്ഥാനാർത്ഥിയെന്ന്. അവരെ കണ്ടുപിടിക്കാൻ DCC ഓഫീസിൻ്റെ ഉമ്പുറത്ത് DCC പ്രസിഡന്റ് നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു TV-യിൽ കണ്ടപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹം പൊട്ടിക്കരയുന്നു. സിംഹം കരയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സിംഹം പൊട്ടിക്കരയുകയാണ്. എന്താണ്? ഡൽഹിയിൽ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ MP-മാർക്ക് കേരളത്തിലേക്ക് വരണം. അവിടെ ഈ ശബരിമല പാട്ടും പാടി നടക്കുകയാണ് കുറേ MP-മാർ. അവർക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതിന് സീറ്റ് കിട്ടണം. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ കേരളത്തെ കൊള്ളയടിക്കണമെന്ന ലക്ഷ്യമല്ലാതെ UDF-ന് മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഒരു പ്രകൃതി ദുരന്തം കാണിച്ച് പണം വാങ്ങാൻ മടിയില്ലാത്തവരായി കോൺഗ്രസ് മാറിയില്ലേ? ആ കോൺഗ്രസിന്റെ പിന്തുണയല്ലേ യൂത്ത് കോൺഗ്രസ്? എത്ര കോടി പിരിച്ചു എന്ന് പറഞ്ഞോ? ഞാനതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് അവരാണ്. 2016-ൽ 91 സീറ്റായിരുന്നെങ്കിൽ 2021-ൽ അത് 99-ലേക്ക് എത്തി. 2026-ൽ അത് 110-ലേക്ക് എത്തിക്കുന്ന ഉജ്ജ്വലമായ വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. പഴയകാല അനുഭവം 5 വർഷം LDF സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കി മുന്നോട്ട് വരുമ്പോൾ അടുത്ത 5 വർഷം UDF പരമാവധി ശ്രമിക്കുന്നത് ഈ നേട്ടങ്ങളെല്ലാം തകർക്കാനാണ്. വീണ്ടും 5 വർഷം കഴിഞ്ഞ് LDF അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ആരംഭിക്കണം. അതിന് അവസാനം കുറിച്ച തെരഞ്ഞെടുപ്പാണ് 2021-ലെ. ഇന്ന് കേരളം ഒരു വികസിതമായ പുതിയ കേരളമായി മാറിയിരിക്കുന്നു. 2011 മുതൽ 16 വരെ നമ്മുടെ സംസ്ഥാനം UDF ആണ് ഭരിച്ചിരുന്നത്. ആ ഭരണകാലത്തെ ഓർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന് കേരളത്തിലുള്ളവർ? മലയാളികൾ. അതിൽ ഇടതുപക്ഷക്കാർ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തോടൊപ്പം നിന്നവർ മഹാഭൂരിപക്ഷം ആ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്തത്. അന്ന് 91 സീറ്റാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ആ 5 വർഷക്കാലം കേരളത്തിൽ തകർച്ചയില്ലാത്ത ഏതെങ്കിലും മേഖല അവശേഷിച്ചിരുന്നോ? യാത്ര ചെയ്യാൻ തകരാറില്ലാത്ത ഏതെങ്കിലും റോഡ് കേരളത്തിലുണ്ടായിരുന്നു? ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായിരുന്നില്ലേ? നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ അഴിമതി കേസുകൾ പ്രതിയായ ഒരു മന്ത്രിസഭയായിരുന്നില്ലേ അത്? എത്ര മന്ത്രിമാർ ജയിലിലേക്ക് പോയി? എത്ര പേർ അഴിമതി കേസുകൾ പ്രതിയായി? പാലാരിവട്ടത്തൊരു പാലമുണ്ടാക്കി. ആ പാലം അപകടത്തിലായപ്പോഴാണ് പൊളിച്ചപ്പോൾ കമ്പിയുമില്ല, സിമന്റുമില്ല. അങ്ങനെ കമ്പിയും സിമന്റുമില്ലാതെ പാലമുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഭരണമായിരുന്നില്ലേ 2011 മുതൽ 16 വരെയുള്ള UDF-ന്റെ ഭരണം? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആ ഭരണം കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന്? അന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായില്ലേ? 3750 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ കണക്ക് തയ്യാറാക്കി വന്നവരായിരുന്നില്ലേ UDF-ന്റെ മന്ത്രിമാർ? അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ച സ്കൂളുകൾ ഉണ്ടായിരുന്നു?
കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകം ലഭിച്ചിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റബ്ബായിരുന്നു. കുട്ടികൾ ഓണപരീക്ഷയായിട്ടും പുസ്തകമില്ല. അപ്പൊ കുട്ടികൾ ചോദിച്ചു, എൻ്റെ റബ്ബേ എപ്പോഴും പുസ്തകം കിട്ടും? അപ്പൊ റബ്ബ് പറഞ്ഞു, ഈ ഓണം നേരത്തെ ആയത് ഞാൻ അറിഞ്ഞില്ലെന്നാണ്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം എന്താ? UDF കാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സ്കൂൾ ഉപേക്ഷിച്ചു, സർക്കാർ സ്കൂളുകൾ. ഇന്ന് 10 വർഷം കഴിയുമ്പോൾ കേബിളുകളായത്. നമ്മുടെ രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ 95% ഇന്റർനെറ്റുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ഉള്ള സംസ്ഥാനം. നമ്മുടെ കേരളത്തിന്റെ ഏത് മേഖല നോക്കിയാലും സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടോ? ഓരോ 5 ചതുരശ്ര കിലോമീറ്ററും ഒരു സ്കൂള്. മാലവിക്കാൻ വന്ന പെൺകുട്ടിയാണ് മൊണോലിസ. അവരുടെ നാട് മധ്യപ്രദേശിലെ ഇൻഡോറാണ്. പത്രക്കാർ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് സ്കൂളിലാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ കുട്ടി പറയുകയാണ്, ക്ലാസ്സോ സ്കൂളോ? 16 കഴിഞ്ഞ കുട്ടി ഇതുവരെ ക്ലാസ്സിൽ പോയിട്ടില്ല, സ്കൂളിൽ കണ്ടിട്ടില്ല. അവിടെ ഭരിക്കുന്ന BJP ആണ്. ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടുത്തെ മഹാഭൂരിപക്ഷവും സ്കൂൾ കാണുന്നില്ല. എന്നാൽ അവിടെ കൂടുതൽ സ്കൂൾ തുടങ്ങുകയല്ല. ഇന്ത്യ രാജ്യത്ത് 95,000 സ്കൂളുകൾ ഇപ്പോൾ അടച്ചുപൂട്ടി. മഹാഭൂരിപക്ഷവും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയുമാണ്. അക്ഷരാഭ്യാസം അറിയാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. എന്നാൽ അക്ഷരാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക, അതാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി, അവർക്ക് പാഠപുസ്തകം സൗജന്യം, 2 ജോഡി യൂണിഫോം സൗജന്യം, ഉച്ചഭക്ഷണം സൗജന്യം. അവർ 1-ാം ക്ലാസ് കഴിഞ്ഞാൽ പഠനം നിർത്തുന്നില്ല. അവർ 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും പഠിക്കുന്നു, 10-ാം ക്ലാസ് വരെ പഠിക്കുന്നു. പഴയ തലമുറയുടെ ആളുകൾക്കറിയാം, 4-ാം ഫോറം കഴിഞ്ഞാൽ ഫീസ് കൊടുക്കണം. അതുകൊണ്ട് പണ്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും 4-ാം ഫോറം വരെ പഠിച്ചവരാണ്. എന്നാൽ മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല ഉണ്ടാക്കിയ മാറ്റം എന്താണ്? 5-ാം തരം മുതൽ 8-ാം തരം വരെ സൗജന്യമാക്കി, 8 മുതൽ 10 വരെയാക്കി, 10 മുതൽ 12 വരെയാക്കി. ഈ 2026 ബഡ്ജറ്റിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാൽ പ്രഖ്യാപിച്ചു, ഈ കേരളത്തിന് ഡിഗ്രി വിദ്യാഭ്യാസവും സൗജന്യമായിരിക്കുമെന്നാണ്. നമ്മുടെ രാജ്യത്ത് ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമായി ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? അതാണ് കേരളം. വിദ്യാസമ്പന്നതയുടെ നാടാണ് ഈ കേരളം. ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടമാണത്. നിങ്ങൾ 3750 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ആ അടച്ചുപൂട്ടാൻ നിങ്ങൾ തീരുമാനിച്ച സ്കൂളുകളിലെല്ലാം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളായി മാറ്റുകയാണ് 10 വർഷം കൊണ്ട് LDF ചെയ്തത്. ആ LDF കേരളത്തിൽ ആവശ്യമില്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ നമ്മുടെ നേട്ടം? ആരോഗ്യരംഗത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷം കൊണ്ടാക്കിയ നേട്ടമെന്താ? നമ്മുടെ പഴയ കാലത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ചിത്രമെന്താ? പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടം. ഏതെങ്കിലും ദിവസം ഡോക്ടർ വന്നാലായി. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ജാറിൽ കളറുള്ള വെള്ളം വെച്ചിരിക്കും, ഒരു തകര പാത്രത്തിൽ വെള്ള ഗുളികയും. ഗർഭിണി ചെന്നാലും കുട്ടി ചെന്നാലും ഈ വെള്ളവും ഈ ഗുളികയും എടുക്കും. അതായിരുന്നില്ലേ സർക്കാർ ആശുപത്രി? ആ സർക്കാർ ആശുപത്രികൾ മാറി എന്ന് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി കേരളത്തിലെ 820 ആശുപത്രികൾ മാറിയില്ലേ? രാവിലെ 2 ഡോക്ടർമാർ, വൈകുന്നേരം 1 ഡോക്ടർ, 3 ഡോക്ടർമാരുടെ സേവനം. അത്ഭുതകരമായ മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ മാത്രമാണോ?
അതിന് മുകളിലുള്ള താലൂക്ക് ആശുപത്രികൾ, ആ താലൂക്ക് ആശുപത്രികളെല്ലാം ഡയാലിസിസ് യൂണിറ്റുകൾ. പഴയ കാലത്തൊക്കെ ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ എന്തായിരുന്നു സ്ഥിതി? സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ സാധാരണക്കാരന് സാധിക്കുമോ? ഡയാലിസിസ് വന്നാലൊരു പ്രശ്നം എന്താ? ആ രോഗി മരിക്കുന്നത് വരെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇന്ന് കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളും ഡയാലിസിസ് സെന്ററുകൾ. ജില്ലാ ആശുപത്രികളിൽ എടുത്താലോ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രികൾ. ഞാൻ നമ്മുടെ കോർപ്പറേഷൻ ആശുപത്രി ചോദിച്ച 3250 ഹൃദയ ശസ്ത്രക്രിയയാണ് അവർ നടത്തിയിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂരിലെ കോർപ്പറേഷൻ ആശുപത്രി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ആഗ്രഹിക്കാനോ ആലോചിക്കാനോ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഹൃദയം മാറ്റിവെക്കുന്നു, കരൾ മാറ്റിവെക്കുന്നു, കിഡ്നി മാറ്റിവെക്കുന്നു. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയ നടത്തി. ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. ഇന്ത്യയിലെ 3ാമത്തെ ശസ്ത്രക്രിയയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രമായ കോട്ടയം മെഡിക്കൽ കോളേജ് നടന്നത്. ഇതല്ലേ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ചിത്രം? മലബാറിൽ ഒരു MCC, മലബാർ ക്യാൻസർ സെന്റർ. തിരുവനന്തപുരത്ത് ഒരു RCC, റീജിയണൽ ക്യാൻസർ സെന്റർ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൊച്ചിയിൽ ഒരു ക്യാൻസർ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ക്യാൻസർ സെന്റർ ഈ നാടിന് സമർപ്പിച്ചു. അവയവ മാറ്റത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ ആശുപത്രി കോഴിക്കോട് 700 കോടി രൂപ അതിന്റെ ശിലാസ്ഥാപനവും നിർമ്മിച്ചു. ഇതാണ് കേരളം. ലോകത്തെ ആരോഗ്യരംഗത്ത് കേരളം അടയാളപ്പെടുത്തിയത് നമ്മൾ ഓർമ്മയില്ലേ? കോവിഡ് മഹാമാരി കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ പോലും 60 കഴിഞ്ഞവർക്ക് ഓക്സിജൻ കൊടുക്കാനില്ല. അതിൽ പ്രായം താഴ്ന്നവർ വരുമ്പോൾ 60കാരനെ മരണത്തിലേക്ക് വിടുന്നു. ആ ഓക്സിജൻ എടുത്ത് അതിന് താഴെയുള്ള പ്രായക്കാർ കൊടുക്കുന്നു. എന്നാൽ കേരളമോ? ഈ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു സാധാരണ വീട്ടമ്മ, 120 വയസ്സുകാരി പാത്തുമ്മ, അവർ കോവിഡ് ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നടന്നു വരുന്ന ഒരു ചിത്രമാണ് ലോകത്തെ മാധ്യമങ്ങൾ കൊടുത്തത്. എന്നിട്ട് അവർ പറഞ്ഞു, വണ്ടർ, കേരളം ഒരു അത്ഭുതമാണ് എന്ന് ലോകമാധ്യമങ്ങൾ എഴുതിയില്ലേ? അതാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ 10 വർഷം കൈവരിച്ച നേട്ടമെന്ന് പറയുന്നത്. കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ അതിനെ പ്രതിരോധിച്ച നാടിന്റെ പേര് കേരളമെന്നാണ്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള പ്രദേശം. മെസ്സിക്ക് അർജന്റീന ലോകകപ്പ് നേടുന്ന സന്ദർഭത്തിൽ ലോകരാജ്യങ്ങളുടെ എല്ലാം അവർ നന്ദി അറിയിച്ചു. ആ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ താഴെ ഒരു പേരുണ്ടായിരുന്നു, കേരളമെന്നാണ്. കേരളം നമ്മളൊരു രാജ്യമല്ല, പക്ഷേ ലോകം കേരളത്തെ അംഗീകരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഇന്ത്യയുടെ കൂടെ അതിന്റെ താഴെ എഴുതി കേരളം. അങ്ങനെ സർവദേശീയമായ അംഗീകാരങ്ങൾ ഈ കേരളത്തെ തേടി വരുന്നത് കേരളത്തിന്റെ മികച്ച ആരോഗ്യരംഗത്തിന്റെ നേട്ടം കൊണ്ടാണ്. ഒരു വർഷം നമ്മുടെ ആശുപത്രികൾ ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ എണ്ണം 13,50,00,000. നമ്മുടെ ജനസംഖ്യയുടെ 4 ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരാൾ ആശുപത്രിയിൽ പോകുന്നത് ഒരു വർഷത്തിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും എന്നാണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യ പരിരക്ഷയിൽ ജനകീയ ആരോഗ്യ സംവിധാനം ഏറ്റവും ശക്തമായ നാടാക്കി ഈ കേരളത്തെ മാറ്റി. ഞങ്ങൾ 10 വർഷം പുറകിലേക്ക് നോക്കൂ. അന്ന് UDF ഗവൺമെന്റ് പറഞ്ഞു എന്താ? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം. ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. UDF വിൽക്കാൻ പറ്റിയ ആശുപത്രിയാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളായി ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷം കൊണ്ട് മാറ്റിയത്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തിന്റെ നേട്ടം. നമ്മുടെ നാടിന്റെ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും അതാണ് ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിന് എന്തെങ്കിലും പറയാനുണ്ടോ?
നിങ്ങളുടെ കാലത്തെ ഈ നാട് അടയാളപ്പെടുത്തുന്ന ഇരുണ്ട കാലമെന്നാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ ഒരു നാട്. ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിട്ട് UDF ഗവൺമെന്റ് 1 മെഗാവാട്ട് വൈദ്യുതി പോലും ഉണ്ടാക്കാൻ പദ്ധതി ഉണ്ടാക്കിയോ? എന്തിനധികം കൂടംകുളത്തുനിന്ന് കേന്ദ്ര പൂളിൽ നിന്നും ലഭിക്കേണ്ടുന്ന വൈദ്യുതി കൊണ്ടുവരുന്നതിന് വേണ്ടി ലൈൻ വലിക്കാൻ കൊച്ചിയുടവൻ പവർ ഹൈവേ ആ പദ്ധതി തന്നെ വേണ്ടെന്ന് വെച്ചവരല്ലേ UDF? നമ്മുടെ കുട്ടികൾ പരീക്ഷാക്കാലത്ത് മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിക്കാലുകളും അന്വേഷിച്ചു പോയ ആ 5 വർഷക്കാലം ആരോടാണ് UDFന് പ്രതിബദ്ധതയുള്ളത്? ഈ നാടിനോട് അധികാരമുള്ള പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ടോ UDF? ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ, സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായതിനു ശേഷമല്ലേ കൊച്ചിയുടെ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയത്? എത്രയോ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേ 66 അത് കേരളത്തിൽ നടപ്പിലാക്കാനാവില്ല എന്ന് പറഞ്ഞവരല്ലേ UDFകാർ? അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു, സ്ഥലമെടുക്കണമെങ്കിൽ 10-15 വർഷം വേണം, റോഡ് പണിയണമെങ്കിൽ 15 വർഷം വേണം, 30 വർഷം. അതുകൊണ്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല, ഉപേക്ഷിക്കുന്നു എന്നാണ്. ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചു. കേരളം നാഷണൽ ഹൈവേ ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും നാടിനെ ദീർഘവീക്ഷണത്തോട് കാണുന്ന ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ നാട്ടിൽ റോഡ് വേണ്ട എന്ന് തീരുമാനിക്കാൻ? ആ റോഡ് വേണ്ടെന്ന് തീരുമാനിക്കുക മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രത്തിന് BJP ആണെന്ന് നമുക്കറിയാം. അവർ ഈ റോഡ് പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തി. അവർ പറഞ്ഞു, ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണ്, അതുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് തരണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെന്റും നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല. എന്നാൽ കേരളത്തോട് പണം ചോദിച്ചതിനാണ്. കേന്ദ്ര BJP സർക്കാർ കേരളത്തെ അവഗണിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായി ചർച്ച നടത്തി 25% അതിന്റെ വിഹിതം ഞങ്ങൾ തരാം എന്ന് പ്രഖ്യാപിച്ചു. 6000 കോടിയാണ് നാഷണൽ ഹൈവേ 66 യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് എന്ന്. നാഷണൽ ഹൈവേ 66 കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് 6 വരി പാത അതിന്റെ 2 റീച്ച് പൂർത്തീകരിച്ചു. അത് പ്രധാനമന്ത്രിയും BJPക്കാരും കേരളത്തിലെ മന്ത്രിയെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. ഞങ്ങൾ അവരോടൊരു പരിഭവമില്ല. കാരണം ബൈബിളിൽ പറയുന്ന പോലെ നസ്രയത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. RSSും സംഘപരിവാറിൽ നിന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നാടിന്റെ വികസനമാണ് LDF മുന്നോട്ട് വെച്ചത്. നിങ്ങൾ ഉപേക്ഷ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പൂർത്തീകരിച്ചത് 47 കിലോമീറ്റർ ആണെങ്കിൽ 2 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് 470 കിലോമീറ്റർ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തു. അന്നത്തെ BJPയുടെ സെക്രട്ടറി ശ്രീമാൻ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു, നിങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ നിങ്ങളെ ഒരു മഹാനായ ഭരണാധികാരി എന്ന് പറയാം, ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം, പൊതുജീവിതം അവസാനിപ്പിക്കാം. 2 വർഷം കഴിഞ്ഞപ്പോൾ വെല്ലുവിളിക്കുന്നു. ആരോടാണ് എന്ന് സുരേന്ദ്രൻ ഓർത്തില്ല. പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റിനോടുമാണ് വെല്ലുവിളിച്ചത്. അത് 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുത്തു. ഈ പദ്ധതിയെല്ലാം നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി UDF എടുത്ത സമീപനം എന്താ? ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തി സമരം നടത്താനല്ലേ തീരുമാനിച്ചത്? നാഷണൽ ഹൈവേക്കെതിരായി VM സുധീരനും സുരേഷ് ഗോപിയും ഒന്നിച്ച് കീഴാറ്റൂരിലെ വയൽക്കിളികൾക്കൊപ്പം സമരം നടത്തും നമ്മൾ കണ്ടില്ലേ? നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അവസാനമാണ് എന്ന് പ്രഖ്യാപിച്ചവർ ഇന്ന് റോഡ് ഉദ്ഘാടനം പറഞ്ഞപ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന്റെ ആള് നമ്മളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കഥയെ ഇതിന്റെ ആള് നമ്മളാണ്. ഇതിനെതിരെ സമരം നയിച്ചവർ
ഇടതുപക്ഷ ഗവൺമെന്റ് അവസാനമെന്ന് പ്രഖ്യാപിച്ചവർ അത് യാഥാർത്ഥ്യമാകുന്നതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതേപോലെ തന്നെയല്ലേ വിഴിഞ്ഞം തുറമുഖം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. ആ തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തദ്ദേശവാസികളെ സംഘടിപ്പിച്ച് കോൺഗ്രസ് സമരം നടത്തിയില്ലേ? ആ സമരത്തിനെല്ലാം പിന്തുണയും കൊടുത്തില്ലേ? 8650 കോടി രൂപയുടെ ആദ്യത്തെ റേച്ചൽ 5650 കോടിയും കേരളം കൊടുത്തതാണ്. കേന്ദ്രത്തിന്റെ നയാ പൈസയുണ്ടോ അതിൽ? നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പദ്ധതിയായി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുത്തപ്പോൾ കേരളത്തിന് കൊടുത്തത് ഒരു വായ്പയാണ്. 12,000 രൂപയായി ഈ പണം തിരിച്ചടയ്ക്കണം. പക്ഷെ കേരളത്തിന് വികസനം ആവശ്യമാണ്. ഈ നാട് മുന്നോട്ട് പോകണം. ഒരു പുതിയ കേരളത്തെ, നവകേരളത്തെ സൃഷ്ടിക്കണം. അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഖജാന ശുദ്ധം ശൂന്യമായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എല്ലാ മേഖലയിലും കടം വാങ്ങി 1 രൂപ പോലും ഖജനാവിൽ അവശേഷിപ്പിക്കാതെ പോയതാണ്. അന്ന് അവർ പ്രതീക്ഷിച്ചു ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയില്ല എന്നാണ്. എന്നാൽ കിബി പദ്ധതിയിലൂടെ 50,000 കോടിയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമെന്ന് പ്രഖ്യാപിച്ചാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, കിബി ഇത് ആകാശ കുസുമമാണ്, ഇങ്ങനെ കാണാൻ എടുക്കാൻ കഴിയില്ല, ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ പത്രക്കാരോട് പറയുന്നത് കേട്ടു, ഞങ്ങൾ വന്നാലും കിബി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1,10,000 കോടി രൂപയുടെ വികസനമാണ്. 1,10,000 കോടിയുടെ വികസനം ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ. 40 വർഷമായി ഉപേക്ഷിച്ച ആലപ്പുഴയിലെ ബൈപ്പാസ്, 35 വർഷമായി ഉപേക്ഷിച്ച കൊല്ലത്തെ ബൈപ്പാസ് യാഥാർത്ഥ്യമായില്ലേ? നാഷണൽ ഹൈവേ 66 മാത്രമല്ല, അതിന് സമാന്തരമായി 2 റോഡുകൾ, ഒരു തീരദേശ ഹൈവേയും ഒരു മലയോര ഹൈവേയും കേരളം സ്വന്തമായി പണിതീർത്തില്ലേ? ഈ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ നല്ല യാത്രാ സൗകര്യം ഈ നാടിന് വേണമെന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. അതുകൊണ്ട് അവസാനിച്ചില്ല ഇന്ത്യയിലെ ആദ്യത്തെ ജലമെട്രോ ഈ കേരളത്തിൽ കൊച്ചിയിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തത്. ജലമെട്രോ വിഴിഞ്ഞ മുതൽ ബേക്കൽ വരെയുള്ള ജലപാത 2 റീച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇതാണ് വികസന മുന്നേറ്റം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടത്തിയ വികസന പെരുമഴ എന്ന് പറയുന്നത്. നേരത്തെ നമ്മളെക്കുറിച്ചുള്ള ആക്ഷേപം എന്താ? വികസനത്തിന് വേണ്ടി മാത്രം ഒരു പണം ചെലവഴിക്കാത്ത ഗവൺമെന്റ് എന്നാണ്. ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമാണ് LDF. ഇന്നതാണോ? ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം തെളിയിച്ചില്ലേ? ഏതെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചോ LDF ഗവൺമെന്റ്? 1980 നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ച പെൻഷൻ പദ്ധതി, ആ പെൻഷൻ പദ്ധതി 45 രൂപയായിരുന്നു. അത് നമ്മുടെ ലീഡർ സാക്ഷാൽ K. കരുണാകരനായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നിയമസഭ ബഹിഷ്കരിച്ചിറങ്ങി. അദ്ദേഹം പറഞ്ഞത് സഖാവ് നായനാർ ഖജാന കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നാണ്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറി ഭരണം നടത്തിയപ്പോൾ ഈ പെൻഷൻ വർദ്ധിപ്പിച്ച് 500 രൂപയാക്കി. ശ്രീമാൻ ആന്റണി ഭരിച്ചിരുന്ന കാലത്ത് 28 മാസം പെൻഷൻ കൊടുത്തില്ല. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന 18 മാസക്കാലം ആ പെൻഷൻ കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഗവൺമെന്റ് പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങൾ കൊടുത്തോ? ഇടതുപക്ഷ ഗവൺമെന്റ് 2014 വരുമ്പോൾ 600 രൂപ 2021 LDF ഗവൺമെന്റ് ഒന്നാമത് ഗവൺമെന്റ് പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ
അത് 1600 വർദ്ധിപ്പിച്ചു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഒല്ലൂരിൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപുത്രൻ സഖാവ് അഡ്വക്കേറ്റ് രാജൻ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് ആ പെൻഷന് വേണ്ടി ചെലവഴിച്ചത് എത്രയാ? 82,500 കോടിയാണ് 10 വർഷം കൊണ്ട് LDF ഈ പാവപ്പെട്ട മനുഷ്യന്റെ കൈകളിലേക്ക് എത്തിച്ചത്. UDF ഗവൺമെന്റ് കൊടുത്തതിന്റെ 8 ഇരട്ടി. വി.ഡി. സതീശനും കൂട്ടരും പറയുന്നത് ഖജാനയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജാനയിൽ നിന്നും 82,500 കോടി 62 ലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരേക്ക് പ്രതിമാസം കൊടുക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. നിങ്ങൾ 29 ലക്ഷം ആളുകൾ കൊടുത്തപ്പോൾ ഞങ്ങൾ 62 ലക്ഷം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പെൻഷൻ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുക്കുന്ന പെൻഷൻ. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയാണ്. ആ പെൻഷൻ ഇല്ലാതാക്കുമെന്നാണ് UDF പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ പെൻഷൻ അവസാനിപ്പിക്കും. ഇത് കൈക്കൂലിയാണ്. ആരാണ്? കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ KC വേണുഗോപാൽ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ അവസാനിപ്പിക്കും. ഈ 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുമോ? മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ബഹുജനങ്ങൾ പെൻഷൻകാർ മാത്രമാണോ? ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയോ LDF ഗവൺമെന്റ്? 31.5 ലക്ഷം വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ, 35-നും 60-നും ഇടയിലുള്ളവർ, അവർക്ക് 1 വർഷം 12,000 രൂപ കൊടുക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി യാഥാർത്ഥ്യമാക്കിയില്ലേ? ഇന്ന് 18.5 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. 18.5 ലക്ഷം. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് യാഥാർത്ഥ്യമാക്കാൻ കോൺഗ്രസിനായോ? ഇത് യാഥാർത്ഥ്യമാക്കാൻ BJPക്കായോ? കോൺഗ്രസും BJPയും പറയുന്നത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന മാനിഫെസ്റ്റോ പറയുന്ന കാര്യം അത് നടപ്പിലാക്കാനേ അല്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവിടെ മുദ്രാവാക്യമായിരുന്നു റൊട്ടി കപ്പട മക്കാൻ, എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വസ്ത്രം. എത്ര സൽവത്സരങ്ങൾ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു? ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിയോ? എന്നാൽ ഇടതുപക്ഷം അങ്ങനെയല്ല. 2016 ഇടതുപക്ഷം 600 കാര്യങ്ങൾ പറഞ്ഞു. 99% പൂർത്തീകരിച്ചാണ് 2021 ജനങ്ങളെ സമീപിച്ചത്. 2021 900 കാര്യം പറഞ്ഞു, 99% പൂർത്തീകരിച്ച് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിക്കുക. അങ്ങനെ പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുക. എന്നാൽ ഇന്ത്യയിലെ BJP ഗവൺമെന്റും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ഭരണ തുടർച്ചയെ തടയാൻ എന്തൊക്കെ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്? 2.5 ലക്ഷം കോടിയുടെ കുറവാണ് കേരളത്തിലേക്ക് ലഭിക്കുന്ന വിഹിതത്തിലുണ്ടാക്കിയത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് MPമാർ അവരോട് പറഞ്ഞതെന്താ? ഞങ്ങൾ മോദിയെ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ് ഡൽഹിയിലേക്ക് പോയെന്നാണ്. ഇപ്പൊ നോക്കിയപ്പോൾ കൂട്ടത്തോടെ എല്ലാവരും ഇങ്ങോട്ട് പോരാനിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു TV കണ്ടപ്പോഴാണ് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം പൊട്ടിക്കരയുന്നു. സിംഹം കരയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സിംഹം പൊട്ടിക്കരയുകയാണ്. എന്താണ്? ഡൽഹിയിൽ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയ MPമാർക്ക് കേരളത്തിലേക്ക് വരണം. അവിടെ ഈ ശബരിമല പാട്ടും പാടി നടക്കുകയാണ് കുറേ MPമാർ. അവർക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതിന് സീറ്റ് കിട്ടണം. ഇവിടെ ഉള്ളവർ തന്നെ അധികമാണ് എന്നാണ് V.D. സതീശൻ പറയുന്നത്. അവർക്കാകെ പ്രശ്നം ഞായറാഴ്ച ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ല, ബാക്കി 6 ദിവസവും മുഖ്യമന്ത്രിയായി. തിങ്കളാഴ്ച KC വേണുഗോപാൽ, ചൊവ്വാഴ്ച രമേശ് ചെന്നിത്തല, ബുധനാഴ്ച V.D. സതീശൻ, വ്യാഴാഴ്ച ശശി തരൂർ,
വെള്ളിയാഴ്ച PK കുഞ്ഞാലിക്കുട്ടി, ശനിയാഴ്ച കണ്ണൂരിൻ്റെ സിംഹം, ഞായറാഴ്ച മുഖ്യമന്ത്രി ഇല്ല. അതന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ഞായറാഴ്ച മുഖ്യമന്ത്രിയെ തിരക്കി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്നും അങ്കമാലിയിലെ കൺവെൻഷൻ പോകുമ്പോൾ ഒരു വാർത്ത കേട്ടു. തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥി ഡൽഹിയിൽ പോന്നു, ഇവിടെ എത്തിയിട്ടില്ല. ആർക്കും അറിയില്ല ആരാണ് സ്ഥാനാർത്ഥിയെന്ന്. അവരെ കണ്ടുപിടിക്കാൻ DCC ഓഫീസിൻ്റെ ഉമ്പുറത്ത് DCC പ്രസിഡന്റ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ചില സ്ഥലങ്ങളിൽ കത്തിക്കുത്തും കയ്യേറ്റവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ആരാണെന്നറിയാതെ കത്തി വീശുകയാണ് ആളുകൾ. ഞാൻ ഇന്നലെ എറണാകുളത്ത് ചെന്നപ്പോൾ അവിടെ ഒരു തർക്കം. സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത കോൺഗ്രസ്സുകാർ അച്ചടിച്ച പോസ്റ്റർ വിൽക്കുന്നതിന് പഴയ വിലയ്ക്ക് പോരാ, പുതിയ വില വേണം എന്ന തർക്കമാണ്. ദീപ്തി മേരി വർഗീസ് 25 ലക്ഷം രൂപയുടെ പോസ്റ്റർ അടിച്ചു. ജോസഫ് വാഴക്കൻ അദ്ദേഹം 30 ലക്ഷത്തിൻ്റെ പോസ്റ്റർ അടിച്ചു. ദീപ്തി കൊടുക്കുന്ന പഴയ വിലയേക്കാൾ കൂടുതൽ സീനിയറായി എനിക്ക് വില കിട്ടണം എന്നാണ് ജോസഫ് വാഴക്കൻ്റെ ആവശ്യം. അങ്ങനെ എത്രയോ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ കേരളത്തെ കൊള്ളയടിക്കണമെന്ന ലക്ഷ്യമല്ലാതെ UDFന് മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അവർക്കറിയാം കേരളത്തിൽ വികസനം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയില്ല. രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതിന്റെ ഭാഗമായി കോൺഗ്രസിന് ഏതെങ്കിലും വോട്ട് കിട്ടുകയോ? ഇന്ത്യയിൽ 2014 മുതൽ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ആ BJPക്കെതിരായി ഏതെങ്കിലും ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പാർലമെന്റിൽ ഇരിക്കുമ്പം ജയദേവട്ടെ കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ബെഞ്ചിൽ BJPയുടെ MP മാരായിട്ടിരിക്കുന്നവർ നോക്കിയപ്പം പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാണ്, പഴയ കോൺഗ്രസ് MP മാർ, കോൺഗ്രസിൻ്റെ നിയമസഭാ സാമാജികർ, കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർ, AICC മെമ്പർമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, ഇവരൊക്കെയാണ് എന്ന് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അസാമിലെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം ആസാമിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ. ആ വിശ്വശർമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്താ വീഡിയോ? ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പോയിന്റ് ബ്ലാക്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു ചിത്രമാണ്. രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി തന്നെ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. 2014 മുതൽ രാജ്യം ഭരിക്കുന്ന BJP രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തുന്ന ആക്രമണം അനുദിനം വർദ്ധിക്കുകയല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഡൽഹി നഗരത്തിൽ ഓശാനയ്ക്ക് കുരുത്തോല വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്താനുള്ള അനുമതി നിഷേധിച്ചത്? അതിന് BJP സർക്കാർ പറഞ്ഞ ന്യായമെന്താ? മതസൗഹാർദ്ദം തകരുമെന്നാണ്. എത്രയോ കാലമായി ഡൽഹിയിലെ പള്ളിയിലെ വിശ്വാസികൾ ഡൽഹിയിൽ ഈ കുരുത്തോല പ്രതിഷേധം നടത്തുന്നുണ്ട്. ഈ ക്രിസ്മസിനല്ലേ ക്രിസ്മസ് കരോൾ അത് വിൽപ്പന നടത്തിയ ആളുകളെയെല്ലാം പിടിച്ച് ജയിലടച്ചത്? കരോളുമായി വന്നവരെ ആക്രമിച്ചില്ലേ സംഘപരിവാർ ബജറംഗ് ദൾ പ്രവർത്തകർ? എന്നിട്ട് അതേ BJPക്കാർ ഇവിടെ വന്നോ? കഴിഞ്ഞ വർഷം ഓശാന പെരുന്നാളിന്റെ രാവിലെ പള്ളിയിലച്ചൻ വരുന്നതിന് മുമ്പ് തന്നെ ലൂർദ് പള്ളിയുടെ മുമ്പിൽ ഒരാൾ ഒരു കുരുത്തോലയുമായി നിൽക്കുന്നു. നല്ല പരിചയം, ഒരു സിനിമാ നടൻ ലൂർദ് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് നാട്ടിയത് പോലെയാണ് അദ്ദേഹത്തിന്റെ നിൽപ്പ്. ഈ കേരളത്തിൽ ഓശാന പെരുന്നാളിന് കുരുത്തോലയായി നിൽക്കുകയാണ്. കേരളം വിട്ടാൽ ആ പാവപ്പെട്ട മനുഷ്യരെ കള്ളക്കേസുകൾ കൊടുത്ത് ജയിലടക്കിയാണ്. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ ജയിലടച്ചില്ലേ? എന്നിട്ട് ജയിലടക്കി, എന്നിട്ട് രക്ഷപ്പെടുത്തിയ ഞങ്ങളാണ്.
എത്ര അസംബന്ധം BJPക്ക് അല്ലാതെ പറയാൻ കഴിയുമോ? രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും പ്രതിഷേധം നടത്തിയോ? ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ പോലെ മൗനം അവലംബിക്കല്ലേ എന്നും ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ. RSSനോടും സംഘപരിവാറിനോടും ഇത് പാടില്ലെന്ന് പറയാൻ ഈ കേരളത്തിൽ വിജയിച്ചു പോയ ഏതെങ്കിലും UDFന്റെ പാർലമെന്റ് മെമ്പർമാർ ഇന്ത്യൻ പാർലമെന്റിൽ സന്നദ്ധമാകുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കണം. മതനിരപേക്ഷത ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാനുള്ള കരുത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് കാണിക്കുന്നുണ്ടോ? മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലടച്ചതിന് BJP സർക്കാർ പറഞ്ഞ ന്യായമെന്താ? ഈ മതപരിവർത്തന ബില്ല് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയതാണെന്നാണ്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സ്ഥിതി അതുകൊണ്ട് ദയനീയമായി മാറുകയല്ലേ. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ഉൾപ്പെടെയാണ് BJP ചേരുന്നത്. ഗോവയിൽ നമ്മൾ കണ്ടു, ആസാമിൽ കണ്ടു, നാഗാലാൻഡിലും മണിപ്പൂരിലും കണ്ടു, ത്രിപുരയിൽ നമ്മൾ കണ്ടു. കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം BJP ആവുന്നു. നേതാക്കന്മാർ മാത്രമല്ല, എന്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകണം? നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തല്ലേ മറ്റത്തൂർ. അവിടെ കോൺഗ്രസിന് എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു? കൈപ്പത്തിൽ ജയിച്ചവർ അവിടെ 8 പേർ കോൺഗ്രസ്സുകാരല്ലേ? അവിടെ താമരയിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞ 4 അല്ലേ? എങ്ങനെയാണ് BJP മറ്റത്തൂർ പഞ്ചായത്ത് നിന്ന് ഭരിക്കുന്നത്? 8 കൈപ്പത്തിക്കാർ BJP ചേർന്നു. അങ്ങനെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് 4 മറ്റത്തൂര് ഞങ്ങൾക്ക് ഭരിക്കാമെങ്കിൽ ഈ കേരളവും ഞങ്ങൾക്ക് ഭരിക്കാമെന്നാണ്. കോൺഗ്രസ്സുകാരെ കൂട്ടത്തോടെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയുമില്ലാതെ കോൺഗ്രസ് മാറിയില്ലേ? അവിടെയാണ് ഇടതുപക്ഷം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടുന്നത്. നിങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാൻ എല്ലാ വർഗീയ ശക്തികളുമായി ഇന്ന് കൂട്ടുകൂടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി അവിടെ ലക്ഷ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരിന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്. RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുകൂടുക, സഖ്യമുണ്ടാക്കുക, മുന്നണിയായി പ്രവർത്തിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുക. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ജനപിന്തുണയെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഞങ്ങൾക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, ഇടതുപക്ഷത്തെ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ചത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ്. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് അവരാണ്. 2016 91 സീറ്റായിരുന്നെങ്കിൽ 2021 അത് 99 എത്തി. 2026 അത് 110 എത്തിക്കുന്ന ഉജ്ജ്വലമായ വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഈ നാടിന്റെ അനുഭവം വെച്ചല്ലേ ജനങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, മുണ്ടക്കൈ ചൂരൽമല, ഒരു നാട് മുഴുവൻ ഒഴുകിപ്പോയ വലിയ പ്രകൃതി ദുരന്തം. ഇന്ത്യയിലെ പ്രധാനമന്ത്രി വന്നു, 1 രൂപ തന്നോ പുനരധിവാസത്തിന്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി UDF ഗവൺമെന്റിന്റെ പുനരധിവാസ സഹായം ചെയ്യാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ഗർജിക്കുന്ന സിംഹം K. സുധാകരനാണ്. അദ്ദേഹം പറഞ്ഞു 1 പൈസ കൊടുക്കാൻ പാടില്ല. പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് 1 പൈസ കൊടുക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ സർവീസ് സംഘടനകൾ 1 രൂപ പോലും കൊടുത്തില്ല. അവര് കോൺഗ്രസ് തന്നെ പണം പിരിച്ചു.
എത്ര കോടി പിരിച്ചു എന്ന് ഇതുവരെ VD സതീശൻ പറഞ്ഞിട്ടില്ല. പത്രക്കാർ ചോദിച്ചു പറഞ്ഞു, എൻ്റെയും പ്രസിഡന്റെയും അക്കൗണ്ടിൽ പണമുണ്ട്. നിങ്ങൾ എത്ര കോടി പിരിച്ചോ പറഞ്ഞോ കോൺഗ്രസ് നാളിതുവരെ? ഒരു പ്രകൃതി ദുരന്തം കാണിച്ച് പണം വാങ്ങാൻ മടിയില്ലാത്തവരായി കോൺഗ്രസ് മാറിയില്ലേ? ആ കോൺഗ്രസിന്റെ പിന്തുടർച്ചയല്ലേ യൂത്ത് കോൺഗ്രസ്? എത്ര കോടി പിരിച്ചു എന്ന് പറഞ്ഞോ? ഞാനതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ വീട് എവിടെ? കോൺഗ്രസ് പറഞ്ഞത് അവർ 100 വീട്, മുസ്ലിം ലീഗ് പറഞ്ഞത് 100 വീട്, യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് 30 വീട്. കോൺഗ്രസ് തുടങ്ങിയത് 1000 വീടിലാണ് കേട്ടോ. അന്ന് ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് 1000 വീട്. അത് കഴിഞ്ഞാൽ അത് പിന്നെ 500 വീടായി. അത് സതീശിൻ്റെ അടുത്ത് എത്തുമ്പോൾ 100ആയി. എവിടെ 100 വീട്? നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീടുണ്ടാക്കുന്നതിന് മുമ്പ് 100 വീട് ഞങ്ങൾ കൊടുക്കുമെന്ന്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട വല്ലൂരിന്റെ MLA മന്ത്രി സഖാവ് കെ രാജനെ കേരളത്തിലെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. അവിടെ മുണ്ടക്കൈ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഒരു വീട് ഉറപ്പാക്കിയിട്ടേ വയനാടിന്റെ ചുരമിറങ്ങാൻ പാടുള്ളൂ. അവിടെ നിന്ന് 1.5 വർഷമെടുത്ത് പൂർത്തീകരിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തന്ന സംഭവം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, 18 മാസം പെൻഷൻ കൊടുക്കാതെ UDF ഗവൺമെൻറ് പോയി, LDF ഗവൺമെൻറ് വന്നു. ഞങ്ങൾ ആ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വാങ്ങി ഈ വയോജനങ്ങളായിട്ടുള്ള മനുഷ്യർ അവരുടെ പല്ലില്ലാത്ത മോണ കാട്ടി അമ്മമാരും അച്ഛന്മാരും ചിരിച്ചത് കണ്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമായി മാറിയത്. ഞാനൊരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ മന്ത്രി സഖാവ് രാജനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഈ പാവപ്പെട്ട മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ മനുഷ്യർ അവരുടെ ആ വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലം എനിക്ക് അനാവരണം ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ കൈയും കാലും ഉടലുമെല്ലാം നേർപെട്ട് ചില കബന്ധങ്ങൾ വാരി വലിച്ചെടുത്താണ് ആ നാട് ഉച്ചവരെയും ഉടവരെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ LDF ഗവൺമെന്റ് കാണിച്ചത്. അവർക്ക് അവരുടെ വീടും അതിൻ്റെ പട്ടയവും കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കാണുകയാണ്. അപ്പം ഞാൻ അറിയാതെ നോക്കി. നമ്മളെല്ലാം കഠിന ഹൃദയനെന്ന് കരുതുന്ന സഖാവ് രാജൻ എന്ന മന്ത്രി, അദ്ദേഹം കണ്ണിലിങ്ങനെ കണ്ണീരൊഴുകുന്ന ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. കണ്ണീർ തുടച്ച് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ആ വീടിൻ്റെ പട്ടയം ഇങ്ങനെ കൊടുക്കുന്ന ചടങ്ങ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവമായി അത് മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ നാടിൻ്റെ വികസനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയുടെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2016 ഒരു കന്യംഗക്കാരനായി സഖാവ് രാജൻ ഇവിടെ വരുന്നത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും ഒരുമിച്ച് പ്രവർത്തിച്ച അനുഭവമുള്ളവരാണ്. ആ 2016 ഒല്ലൂർ രാജനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. 13,500 വോട്ടിനാണെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ രാജനെ ചേർത്ത് പിടിച്ചത് 21,500 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ 2026 അതുക്കും മേലെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് കൊല്ലൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി അഡ്വക്കേറ്റ് കെ രാജൻ അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ വിജയത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ നിങ്ങൾ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച് ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാക്കി ഒല്ലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയായി
സഖാവ് കെ രാജനെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.